ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ലിഡിയ മരിയ ജോമൻ. സ്വർഗരാജ്യത്തിലെത്താൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷത്തിലൂടെ യേശു പഠിപ്പിച്ച കഥയാണ് ഞാൻ പറയുന്നത്. 10 കന്യകമാർ. ദീപങ്ങളുമായി മണവാളനെ എതിരേൽക്കാൻ വന്നവരാണ് ആ 10 കന്യകമാർ. അതിൽ 5 പേർ വിഡ്ഢികളായിരുന്നു. കാരണം എന്തെന്നോ, ഈ വിളക്കുകൾ കത്തിക്കാൻ എണ്ണ വേണ്ടേ, ഒരു എണ്ണ എടുക്കാൻ മറന്നുപോയി. ബാക്കി 5 പേരാകട്ടെ ബുദ്ധിമതികളായിരുന്നു. അവർ വിളക്കുകളോടൊപ്പം എണ്ണപ്പാത്രങ്ങളിലും എടുത്തിരുന്നു. അങ്ങനെ 10 കന്യകമാരും മണവാളൻ്റെ വരവ് കാത്തിരിപ്പായി. പക്ഷേ മണവാളൻ മരമായി. നമ്മുടെ കന്യകമാരാകട്ടെ ഉറങ്ങിപ്പോയി. നേരെ പാതിരാത്രി പെട്ടെന്നൊരു ശബ്ദം, ഇതാ മണവാളൻ വരുന്നു. കേട്ട ഉടനെ എല്ലാവരും ചാടി എഴുന്നേറ്റ് വിളക്കുകൾ തെളിച്ചു. അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അമ്മളിക ആ വിഡ്ഢികളായ 5 കന്യകമാർക്ക് മനസ്സിലായത്. അവർ ബുദ്ധിമതികളോട് ചോദിച്ച്, ഞങ്ങൾക്കും കുറച്ച് എണ്ണ തരാമോ? അവർ കൊടുത്തില്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടി ഈ എണ്ണ തികയില്ല. അവർ പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? ആലോചിച്ച് നിൽക്കാൻ നേരമില്ല, മണവാളൻ നിങ്ങൾ എത്താറായി. അവർ എണ്ണ വാങ്ങാൻ കടയിലേക്ക് പോയപ്പോൾ മണവാളൻ എത്തി. ദീപങ്ങളുമായി ഒരുങ്ങിയിരുന്ന ബുദ്ധിമതികൾ വിവാഹവിരുന്നിനായി അകത്ത് പ്രവേശിച്ചു. വാതിലടഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എണ്ണ വാങ്ങാൻ പോയവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ വാതിലടഞ്ഞു കിടക്കുന്നു. അവർ വിളിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ. മണവാളൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളെ അറിയില്ല. അവർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടില്ല. പാവം കന്യകമാർ എന്തോരം വിഷമിച്ചു കാണും. പ്രാർത്ഥനയിലും പ്രവൃത്തികളും ചെയ്ത് എണ്ണ ശേഖരിച്ച് ബുദ്ധിമതികളായ കന്യകമാരെ പോലെ നമുക്കും മണവാളനായ യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കാം. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. ജയ ക്രൈസ്റ്റ്.